പാലക്കാടുകാരുടെ സ്വന്തം മുളക് വറുത്ത പുളി. അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഞാനൊരു മലബാറുകാരിയാണെങ്കിലും പാലക്കാടൻ വിഭവങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പാലക്കാടൻ വിഭവങ്ങളിൽ ഞാൻ സ്ഥിരമായി ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ് മുളക് വറുത്ത പുളി. നമ്മുടെ രസം പോലെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഇതിലേക്ക് വേണ്ടി പുളി ഒരു 20-25 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഒരു 75 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക് ഒരു 5 മുതൽ 8 എണ്ണം വരെ എടുക്കാം. എരിവിനനുസരിച്ച് എടുക്കാം. ഇത് മൂന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. മറ്റുള്ളവ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടിക്ക് പകരം ഉലുവ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ താളിക്കുന്ന നേരത്ത് ഉലുവ ചേർത്താലും മതി. അത് ഞാൻ കാണിച്ചു തരാം. താളിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. താളിക്കാൻ വേണ്ട ആവശ്യമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, നമ്മുടെ രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിൻ്റെ പ്രിപ്പറേഷനും വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് നിങ്ങൾ ഉലുവ അതുപോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പൊടിയായിട്ടല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കടുക് ചേർത്ത് ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതപ്പോൾ കടുകും ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയും ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. മീഡിയം തീയിലിട്ട് ഏകദേശം 3/4 മിനിറ്റോളം ഇതൊന്ന് വഴറ്റട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുക്കാൽ മിനിറ്റ് അല്ല, ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളമായിട്ട് മീഡിയം തീയിലിട്ട് നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഇതിലേക്ക് നേരത്തെ പറയാത്ത 2 ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ചുവന്ന മുളക് പൊടിയും ചേർക്കുകയാണ്. ഒരു രുചി നൽകും ഓഫ് കോഴ്സ് എന്തായാലും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു നിറം കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഞാൻ ചേർക്കുന്നത്. ഓപ്ഷണലാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിനൊരു പുളിയുടെ നിറമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. മഞ്ഞളിൻ്റെയും മുളക് പൊടിയുടെയും ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കുകയാണ് ഇവിടെ. ഉലുവപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് ചേർക്കേണ്ടത്. ഉലുവ അതേപടി ചേർക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ടെമ്പർ ചെയ്യുന്ന സമയത്ത് ചേർക്കണം. ഇനി അധിക നേരം അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഉള്ളിയുടെ പാകം കാണിച്ചു തരാം. ഉള്ളി ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവാനും പാടില്ല, എന്നാൽ പച്ചയ്ക്ക് കിടക്കാനും പാടില്ല. അതാണ്. ഇത് കണ്ടോളൂ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഏകദേശം 750 ml വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. 3 തവണയായിട്ടാണ് ഞാൻ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നത്. അതേ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നത്. ടോട്ടൽ ഒരു 750 മില്ലി വെള്ളം കാണും. 750 ml ഒരു 3/4 ലിറ്ററിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുളീൻ്റെയും വെള്ളത്തിൻ്റെയും ആ പ്രപ്പോർഷൻ ശരിയാവാത്തതുകൊണ്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് 1 മിനിറ്റെങ്കിലും തിളച്ചാലേ നമ്മുടെ പുളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനിത് തീയൊന്ന് കൂട്ടിയിട്ട് തിളയ്ക്കാൻ വെക്കുകയാണ്. ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ഇതാ കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നല്ല അടുക്കളയിലൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ കറി റെഡിയാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഫോട്ടോയ്ക്ക് വേണ്ടി. ഇതിൽ എരിവ് നിങ്ങൾക്ക് ഇനിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മുളക് പൊടി ചേർത്ത അതേ സ്ഥലത്ത് കേട്ടോ.
പാലക്കാടിന് നന്ദി പറയുന്നു. എപ്പോഴും പാലക്കാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ മനസ്സിലിങ്ങനെ എപ്പോഴും ആലോചിക്കും, എന്തൊരു കൈപ്പുണ്യമുള്ള ആൾക്കാരാണ് പാലക്കാടുള്ളത് എന്നല്ലേ. നല്ല രുചിയാണ് പാലക്കാടൻ വിഭവങ്ങൾക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. നമ്മുടെ ചാനലിൽ വേറെ ഒന്നും കൂടി ഉണ്ട്, രംഗീനും കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചെക്ക് ചെയ്യും കേട്ടോ. പിന്നെ വേറെ എന്താ, ഒന്നുമില്ല. ലവ് യു ഓൾ, ബൈ.